വീടുകളിൽ പോകുന്ന സമയത്താണെങ്കിലും നമ്മളവിടെ അജൈവ മാലിന്യം കൊണ്ട് മാത്രം മാലിന്യമുക്തമാകുന്നില്ല, ജൈവ മാലിന്യങ്ങളോട് ശരിയായ രീതിയിൽ അത് ഉപയോഗിക്കാൻ വേണ്ട ബോധവൽക്കരണ പ്രവർത്തനങ്ങൾ, അവർക്ക് വേണ്ട ഇനോക്കുലം എത്തിച്ചു കൊടുക്കുന്ന ഒരു പരിപാടിയും കൂടി ഞങ്ങൾ നടത്തി വരുന്നുണ്ട്. ഹരിതകർമ്മസേനയുടെ പ്രവർത്തനം നാടെങ്ങും വ്യാപിക്കുന്നതിന് മുൻപ് തന്നെ കുടുംബശ്രീ അംഗങ്ങളെ ഉപയോഗിച്ച് മാലിന്യ നിർമ്മാർജ്ജന പ്രവർത്തനങ്ങൾ ശക്തമായി നടപ്പിലാക്കി തുടങ്ങിയിരുന്നു വടകര നഗരസഭ. ഹരിയാലി എന്ന പേര് എല്ലാ കാര്യത്തിലും ഒരു പടി മുന്നിലാണ്. മാലിന്യ സംസ്കരണത്തിലൂടെ സുസ്ഥിര വരുമാനം എന്നതിൻ്റെ തിളക്കമാർന്ന ഉദാഹരണം കൂടിയാണ് ഹരിയാലി. വീടുകളിൽ പോകുന്ന സമയത്താണെങ്കിലും നമ്മളവിടെ അജൈവ മാലിന്യം കൊണ്ട് മാത്രം മാലിന്യമുക്തമാകുന്നില്ല, ജൈവ മാലിന്യങ്ങളോട് ശരിയായ രീതിയിൽ അത് ഉപയോഗിക്കാൻ വേണ്ട ബോധവൽക്കരണ പ്രവർത്തനങ്ങൾ, അവർക്ക് വേണ്ട ഇനോക്കുലം എത്തിച്ചു കൊടുക്കുന്ന ഒരു പരിപാടിയും കൂടി ഞങ്ങൾ നടത്തി വരുന്നുണ്ട്. മാലിന്യ സംസ്കരണത്തിൽ നിന്ന് പല മേഖലകളിലേക്കായി പടർന്നു ഹരിയാലി. സംസ്ഥാനത്തെ മറ്റൊരു കുടുംബശ്രീ യൂണിറ്റുകൾക്കും അവകാശപ്പെടാനില്ലാത്ത പ്രവർത്തനങ്ങൾ, സംരംഭങ്ങൾ ഹരിയാലിക്ക് സ്വന്തം. റിപ്പയർ ഷോപ്പുണ്ട്, സോപ്പ് ഷോപ്പുണ്ട്, റെൻറ്റ് ഷോപ്പിൻ്റെ പ്രവർത്തനം ഇവിടെ വെച്ചിട്ടാണ് നടക്കുന്നത്. ഇനോക്കുലത്തിൻ്റെ ഗ്രൂപ്പും പ്രവർത്തിക്കുന്നത് ഇവിടെ തന്നെയാണ്. പിന്നെ അജൈവ മാലിന്യ ശേഖരണ ഉപാധികൾ, റിംഗ് കമ്പോസ്റ്റ്, ബയോബിന്ന് പോലുള്ള ഉപകരണങ്ങളൊക്കെ നമ്മളിവിടുന്ന് ജൈവ മാലിന്യങ്ങൾ ഇടാൻ വേണ്ടിയിട്ട് എത്തിച്ചു കൊടുക്കുകയും അതിൻ്റെ പരിചരണം എന്നുള്ള രീതിയിൽ ചെയ്തു കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. വെള്ളം പരിശോധനയൊക്കെ ആണെങ്കിൽ ഈ മുനിസിപ്പാലിറ്റിയിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നില്ല, പല പഞ്ചായത്തുകളിൽ നിന്നും നമുക്കിവിടത്തേക്ക് കൊണ്ടുവരുന്നുണ്ട്. ദിവസേന ആയിരങ്ങൾ എത്തിച്ചേരുന്ന വടകര നഗരസഭാ പാർക്കിന്റെ നടത്തിപ്പുകാരും ഇപ്പോൾ ഈ പെൺകരുത്തുകളാണ്. കാർബൺ ന്യൂട്രൽ പാർക്ക് ഞങ്ങൾ വടകര നഗരസഭയുടെ മുനിസിപ്പൽ പാർക്ക് ഏറ്റെടുത്ത് നടത്തുന്നതാണ്. ഞങ്ങൾ റെൻറ്റിന് എടുത്ത് 1 ലക്ഷം രൂപ വാടക നൽകിക്കൊണ്ട് നടക്കുന്ന ഒരു സംരംഭമാണ് പാർക്ക്. ഇതിനകം ഒട്ടനവധി പുരസ്കാരങ്ങൾ ഹരിയാലിയെ തേടി എത്തിക്കഴിഞ്ഞു. ഹരിയാലി അംഗങ്ങൾ നാടിനോട് പറയുകയാണ്, ഇത് നമ്മൾ കാട്ടിത്തരുന്ന മാതൃക.